ഞാൻ പുകവലിക്കുന്നു, ഡ്രിങ്ക് ചെയ്യുന്നു, എനിക്ക് ഒരുപാട് അസുഖങ്ങളുണ്ട്. ഈ സമയത്ത് 2 മണിക്ക് ഞാൻ അത്രയും ടയേർഡായി കിടന്നുറങ്ങി ഒരു 4 മണിക്ക് ഇത്രയും റിസ്ക് ഉള്ള ഒരാൾ കിടന്നുറങ്ങുമ്പോൾ ഡെഫിനറ്റ്ലി അത് കാർഡിയാക് അറസ്റ്റിൽ പോകും. ഡയറ്റും എക്സസൈസിലൂടെയും 3-5% വെയിറ്റ് ലോസ് വരുത്താമെങ്കിലും വൺസ് അത് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അത് റിവേർട്ട് ചെയ്യും. ഡയബറ്റീസും അമിതവണ്ണവും അല്ലെങ്കിൽ ഒബീസിറ്റിയും തമ്മിലുള്ള ബന്ധം ശരിക്കും എങ്ങനെയാണ് വരുന്നത്? ഈ അസുഖത്തെ ടെർമിനോളജി നമ്മൾ പറയുന്നത് ഡൈ ഒബീസിറ്റി. അതിൽ ഒബീസിറ്റി കൊണ്ടുള്ള മരണം, അതിൻ്റെ കൂടെ തന്നെ ഡയബറ്റീസും ഉണ്ട്. ഡയബറ്റീസിൽ വരുന്ന ഒബീസിറ്റി കൊണ്ട് മരണങ്ങൾ ഉണ്ടാവുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാൻ അറിയാതെ എൻ്റെ അവയവങ്ങൾ എന്നോട് ചോദിക്കാതെ എൻ്റെ ശരീരത്തിൽ നിന്നും പുറത്തു പോകുന്നു. എൻ്റെ കണ്ണ് എന്നിൽ നിന്നും നഷ്ടപ്പെടുന്നു. കണ്ണ് നമ്മളൊന്ന് അടച്ചിട്ട് ഈ സുന്ദരമായ ലോകത്തെ നമ്മളൊരു ദിവസം കാണാതിരിക്കുന്ന ഒരവസ്ഥ, ഇറ്റ്സ് വെരി പെയിൻഫുൾ. ഒബീസിറ്റിക്ക് വേണ്ടി നമ്മുടെ നാട്ടിലെ 100 കിലോനും 80 കിലോനും 70 കിലോനുള്ള ആളുകൾ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ്, അതെ, പിന്നെ സെപ്പറേറ്റ് ജ്യൂസസ് ഫോർ വാട്ടർ ഫാസ്റ്റിംഗ് പറഞ്ഞിട്ട് ഒരു നമ്പർ ഓഫ് ട്രീറ്റ്മെന്റ്. ദർ ഇസ് നോ സയന്റിഫിക് സപ്പോർട്ട്. രക്തചംക്രമണ വ്യൂഹത്തിൽ അമിതമായി പഞ്ചസാര കാണുന്ന അസുഖത്തെ പ്രമേഹം എന്ന് വിളിക്കുന്നു. അതുകൊണ്ടാണ് ജീവിതശൈലി രോഗം എന്ന പേര് പറയുന്നത്. ശരിക്കും ഡയബറ്റീസ് ഒരു ഡിസീസ് അല്ല, അതൊരു സ്റ്റേറ്റാണ്. അതുകൊണ്ട് ഡയബറ്റീസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയാം രോഗി എന്നല്ല പറയാം, രോഗാവസ്ഥ എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ആളുകൾ 2 ഷുഗർ നോക്കിയിട്ടാണ് ജീവിക്കുന്നത്, ഫാസ്റ്റിംഗ് ആൻഡ് PP. അപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് മുമ്പ് ശേഷമുള്ള ഷുഗറിനെ നമ്മൾ എന്താ വിളിക്കുക, രാത്രി ഭക്ഷണത്തിന് മുമ്പ് ശേഷമുള്ള ഷുഗറിനെ എന്താ വിളിക്കുക. ഇതാണ് ഡയബറ്റീസ്. സ്നോറിങ് ഈസ് വെരി ഡേഞ്ചറസ്. അത് രാത്രിയിലൊക്കെ ഉള്ള മരണങ്ങൾക്ക് പലപ്പോഴും കാരണം സ്നോറിങ് ആണ്. ഇന്നത്തെ കാലത്ത് നമ്മുടെ എല്ലാവരും ഒരു പ്രധാന വിഷയം അമിതവണ്ണമാണ്. അതേപോലെ തന്നെ നമുക്ക് പേടിപ്പെടുത്തുന്ന ഒരു രോഗമാണ് ഡയബറ്റീസ്. അപ്പോൾ നമുക്ക് അതിനെല്ലാം വേണ്ടിയിട്ടുള്ള ഒരു ഉത്തരങ്ങൾ, ദ കോസസ്, ഡയഗ്നോസിസ് ആൻഡ് പ്രിവെൻഷൻ, ഇതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട് ടുഡേ വി ഹാവ് ഡോക്ടർ ഷമീർ C. സുലൈമാനാണ്, മാനേജിംഗ് ഡയറക്ടർ ആൻഡ് ചീഫ് ഡയബറ്റോളജിസ്റ്റ് ഓഫ് സൗത്ത് സോൺ ഡയബറ്റീസ് ആൻഡ് പോഡിയാട്രി ഹോസ്പിറ്റൽ. ഹലോ സർ, വെൽക്കം. ആദ്യം തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഡയബറ്റിക്സ് വരിക എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്താണ് നടക്കുന്നത്? ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ ഹാർട്ടിൻ്റെ പ്രശ്നമാണ്, ഡയബറ്റിക്സ് വരുമ്പോൾ എന്താണ് ഉള്ളിൽ നമ്മുടെ ഓർഗൻസിൽ നടക്കുന്ന കാര്യം? യഥാർത്ഥത്തിൽ നമ്മൾ ഡയബറ്റീസ് എന്നൊരു വളരെ മധുരമായ വാക്കിലാണെങ്കിലും ഈ ഡയബറ്റീസ് ഉള്ള ആളുകൾ വളരെ കയ്പേറിയ അനുഭവങ്ങളാണ് ജീവിതത്തിലുടനീളം അവർ അനുഭവിക്കുന്നത്. അവിടെ എന്തുകൊണ്ട് ഡയബറ്റീസ് വരുന്നു, എന്താണ് ഡയബറ്റീസ്, എന്തിനാണ് നമ്മൾ അതിനെ പേടിക്കുന്നത്, അതിന് ചികിത്സിക്കേണ്ടതുണ്ടോ, അതിൻ്റെ ചികിത്സിക്കാതിരുന്നാൽ അത് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രമേഹം എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നുണ്ടെങ്കിലും ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നം ലിവറിൽ നിന്ന് വരുന്ന ഗ്ലൂക്കോസ് രക്തത്തിൽ അധികമാവുകയും പാൻക്രിയാസിൽ നിന്ന് വരുന്ന ഇൻസുലിൻ്റെ അളവ് കുറയുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു അസുഖമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ കുറേ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, അതുപോലെ ഫാറ്റ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ മെക്കാനിസത്തിൽ ശരീരത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ കൊണ്ട് രക്തചംക്രമണ വ്യൂഹത്തിൽ അമിതമായി പഞ്ചസാര കാണുന്ന അസുഖത്തെ പ്രമേഹം എന്ന് വിളിക്കുന്നു. അപ്പോൾ അത് ശരിക്കും 4 തരത്തിൽ പ്രമേഹമുണ്ട്. ടൈപ്പ് 1, ടൈപ്പ് 2, ഗസ്റ്റേഷൻ ഡയബറ്റീസ്, മറ്റ് പല കാരണങ്ങളെ കൊണ്ടുണ്ടാകുന്ന പ്രമേഹം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു കാരണമായിരിക്കാം പ്രമേഹത്തിൻ്റെ കാരണം. അപ്പം നമുക്ക് ആദ്യം നമ്മൾ ഒരാൾക്ക് പ്രമേഹം ഉണ്ട് എന്നുള്ളതിൻ്റെ ലക്ഷണങ്ങൾ എന്തായിരിക്കും? യഥാർത്ഥത്തിൽ ഒരു പരിധിവരെ പ്രമേഹത്തിന് പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും കാണില്ല. അതാണ് ഈ പ്രമേഹത്തിൻ്റെ മറ്റൊരു പേര്, സൈലൻറ്റ് കില്ലർ. അപ്പോൾ ഈ രക്തം എത്താത്ത ഒരു അവയവവും നമ്മുടെ ശരീരത്തിലില്ല. അപ്പോൾ ഈ രക്തചംക്രമണ വ്യൂഹത്തിൽ നിയന്ത്രണമില്ലാത്ത പ്രമേഹം നമ്മുടെ എല്ലാ അവയവങ്ങളെയും കേടുവരുത്തുന്നു. അപ്പോൾ ഒരു പക്ഷേ ചില ആളുകൾക്ക് കുറച്ച് മെലിച്ചിലുണ്ടാവാം, ശരീരം മെലിച്ചിലുണ്ടാവും. അത് അയാളറിയില്ല, അത് മറ്റാരെങ്കിലും പറഞ്ഞു കൊടുക്കണം, നിങ്ങൾ ക്ഷീണിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം ക്ഷീണിച്ചത് ഞാൻ ഭക്ഷണം ശ്രദ്ധിക്കുന്നുണ്ടെന്ന് പറയും. എന്തെങ്കിലും കാരണവശാൽ ഏതെങ്കിലും ഒരാളുടെ കൂടെ ലാബിൽ പോയി അദ്ദേഹത്തിൻ്റെ ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ എൻ്റെയും കൂടെ നോക്കുമ്പോഴായിരിക്കും ഞാൻ ഞെട്ടുന്നത്, എനിക്ക് ഷുഗർ ഉണ്ടെന്ന് അറിയപ്പെടും. അപ്പോൾ അവിടെ ലക്ഷണങ്ങൾക്ക് പ്രാധാന്യമില്ല. എങ്കിലും സാധാരണയായിട്ട് ഒരു കാരണവുമില്ലാത്ത മെലിച്ചൽ, ഒരു കാരണവുമില്ലാതെ അമിതമായി ദാഹം, വെള്ളം കുടിക്കുക കൂടുതലായി സാധാരണയിൽ നിന്നും, ഒരു കാരണവുമില്ലാതെ കൂടുതലായിട്ട് മൂത്രമൊഴിക്കുക, ഈ 3 കാരണങ്ങളും ഒരു ലക്ഷണങ്ങളായി കാണാമെങ്കിലും ഇന്ന് പലരിലും ഈ ലക്ഷണങ്ങൾ അവഗണിക്കപ്പെടുന്നു. അതെ, ആൾക്കാർക്ക് ടൈമില്ല അല്ലേ ഇതൊന്നും ശ്രദ്ധിക്കാൻ. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കാൻ വേണ്ടി നെട്ടോട്ടം ഓടുമ്പോൾ ശരിക്കും ഈ ഒരു അസുഖം ശരിക്കും വില്ലനായി നമ്മുടെ കൂടെ തോളിൽ നിൽക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടായിരിക്കും ശരിക്കും ഈ മധുര പലഹാരങ്ങൾ അതൊരു ഫാക്ടറാണോ? ഒത്തിരി മധുരം കൺസ്യൂം ചെയ്യുമ്പോൾ നമ്മുടെ ചരിത്രം നോക്കി കഴിയുമ്പോൾ നമ്മൾ ഈ കാലഘട്ടത്തിലെ ജനങ്ങൾ, നമ്മുടെ കുട്ടികൾ, നമ്മളൊക്കെ കുറച്ചും കൂടെ ഫാസ്റ്റ് ഫുഡായി.
നമ്മുടെ എല്ലാ കാര്യങ്ങളും വളരെ തീവ്രത കൂടി, ഫാസ്റ്റായി. ഈ ഫാസ്റ്റ് ആകുമ്പോൾ നമ്മൾ സ്ട്രെസ്ഡായി. അപ്പോൾ കുറേ കാരണങ്ങൾ, ഒരുപാട് മാറ്റങ്ങൾ ശരീരത്തിൽ വരാനുള്ള ഏറ്റവും വലിയ കാരണം നമ്മുടെ ജീവിതശൈലിയിലുള്ള മാറ്റങ്ങളാണ്. അതുകൊണ്ടാണ് ജീവിതശൈലി രോഗം എന്ന പേര് പറയുന്നത്. ശരിക്കും ഡയബറ്റീസ് ഒരു ഡിസീസ് അല്ല, അതൊരു സ്റ്റേറ്റാണ്. അതുകൊണ്ട് ഡയബറ്റീസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയാം രോഗി എന്നല്ല പറയാം, രോഗാവസ്ഥ എന്ന് പറയാം. പക്ഷെ രോഗിയാകുന്നത് ഈ രോഗം ചികിത്സ ശരിയായ രീതിയിലല്ലാതെ പോയി രോഗങ്ങൾക്ക് കീഴ്പ്പെട്ട് അവയവങ്ങൾ നഷ്ടപ്പെടുമ്പോഴാണ് രോഗി ആകുന്നത്. ഞാൻ ഡോക്ടറോട് ചോദിക്കാൻ, ഒബീസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിതവണ്ണം, എല്ലാവരും ജിമ്മിലെല്ലാം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അമിതവണ്ണമാണ്. ഡയറ്റ് പലതരത്തിൽ എടുക്കുന്നുണ്ട്. ഡയബറ്റീസും അമിതവണ്ണവും അല്ലെങ്കിൽ ഒബീസിറ്റിയും തമ്മിലുള്ള ബന്ധം ശരിക്കും എങ്ങനെയാണ് വരുന്നത്? ഈ അസുഖത്തെ ടെർമിനോളജി നമ്മൾ പറയുന്നത് ഡൈ ഒബേസിറ്റി. അതിൽ ഒബേസിറ്റി കൊണ്ടുള്ള മരണം, അതിൻ്റെ കൂടെ തന്നെ ഡയബറ്റീസും ഉണ്ട്. ഡയബറ്റീസിൽ വരുന്ന ഒബേസിറ്റി കൊണ്ട് മരണങ്ങൾ ഉണ്ടാവുന്നുണ്ട്. തീർച്ചയായിട്ടും. എന്ന് വെച്ചാൽ ഡൈ ഒബേസിറ്റി, ഡയബറ്റീസ്, ഒബേസിറ്റി, ഡൈ. അപ്പോൾ സൈലൻറ്റ് കില്ലർ ഡയബറ്റീസിനെ പറയുന്നത്, ഒരു ഡയബറ്റീസ് ഉള്ള ഒരാളെ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഹൈറ്റിനനുസരിച്ച് അദ്ദേഹം ഒരു 165 സെൻറ്റിമീറ്റർ ഹൈറ്റ് ആണെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടത് 65 ആണ് വെയിറ്റ് വേണ്ടത്. പക്ഷെ അദ്ദേഹം വരുന്നത് 80 കിലോ ആണ്. അപ്പോൾ ഈ 80 കിലോ ഉള്ള ഒരാൾക്ക് കൂടെ പ്രഷറുണ്ട്, കൂടെ കൊളസ്ട്രോൾ ഉണ്ട്, ഡയബറ്റീസ് ഉണ്ട്, ഫാറ്റ് ലിവർ ഉണ്ട്, ഉറക്കത്തിൽ സ്നോറിങ്, കൂർക്കമലിയുണ്ട്, മുട്ടുവേദനയുണ്ട്, യൂറിക് ആസിഡ് ഉണ്ട്. പിന്നെ ഇതൊക്കെ കൂടി നിൽക്കുമ്പോൾ പിന്നുള്ള റിസ്ക് കാർഡിയോവാസ്കുലർ റിസ്ക് എന്ന് വെച്ചാൽ ഹാർട്ടിൽ വരുന്ന അറ്റാക്ക് ഞാൻ അറിയുന്നില്ല, ബിക്കോസ് ഓഫ് ഡയബറ്റീസ്, സൈലൻറ്റ് കില്ലർ. സ്ട്രോക്കിൻ്റെ സാധ്യത വളരെ കൂടുതൽ ഞാൻ അറിയുന്നില്ല. ഇതിൻ്റെ ഒക്കെ പുറമെ പുതിയ ഏറ്റവും കൂടുതൽ ക്യാൻസേഴ്സ് കണ്ടുവരുന്നത് കൺട്രോളില്ലാത്ത ഡയബറ്റീസ് ഉള്ള ആളുകൾക്കാണ്. അൺകൺട്രോൾ ഡയബറ്റീസുള്ള ആളുകൾക്കാണ് കോമൺ ആയിട്ട് ഇപ്പോൾ കൂടുതൽ ക്യാൻസേഴ്സ് വരുന്നത്. ക്യാൻസർ ഫോർ പാൻക്രിയാസോ ഏത് അവയവത്തിലും വരുന്ന ക്യാൻസേഴ്സ് കൂടുതൽ കണ്ടുവരുന്നത് ഡയബറ്റീസ് നിയന്ത്രണം ഇല്ലാത്ത ആളുകളാണ്. പിന്നെ കോംപ്ലിക്കേഷൻസ് ഓഫ് ഡയബറ്റീസിൽ വരുമ്പോഴാണ് ഓരോ അവയവങ്ങളെയും, ഇപ്പോൾ കണ്ണിനെ ബാധിക്കുമ്പോൾ അതിനെ ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്നു. അതെ, അത് ഞാൻ ചോദിക്കാൻ വരുന്നു ഡോക്ടറിനോട്. ഈ ഡയബറ്റിക്സ് കാരണം ബ്ലൈൻഡായി പോകുന്ന സിറ്റുവേഷൻ വരെ വരുന്നുണ്ട്. ഞാൻ അറിയാതെ എൻ്റെ അവയവങ്ങൾ എന്നോട് ചോദിക്കാതെ എൻ്റെ ശരീരത്തിൽ നിന്നും പുറത്തു പോകുന്നു. എൻ്റെ കണ്ണ് എന്നിൽ നിന്ന് നഷ്ടപ്പെടുന്നു. പ്രമേഹം, നിയന്ത്രണമില്ലാത്ത പ്രമേഹം എൻ്റെ കണ്ണുകളിലെ ഓരോ സെക്കൻഡിലും അത് ഞരമ്പുകളെ ബാധിച്ച് ബ്ലീഡിങ് ആയി അതിന് ഡാമേജ് വരുത്തുമ്പോൾ ഒരിക്കലും റിവേഴ്സിബിലിറ്റി ഇല്ല. കണ്ണ് നമ്മളൊന്ന് അടച്ചിട്ട് ഈ സുന്ദരമായ ലോകത്തെ നമ്മളൊരു ദിവസം കാണാതിരിക്കുന്ന ഒരവസ്ഥ, ഇറ്റ്സ് വെരി പെയിൻഫുൾ. നമ്മൾ എത്ര ആളുകളോട് പറഞ്ഞു കൊടുത്താലും ഒരു രീതിയിലും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. സ്വയം എൻ്റെ കണ്ണ് നഷ്ടപ്പെടുന്നത് വരെ ഞാൻ ഡയബറ്റിസ് ചികിത്സിക്കാതെയോ അല്ലെങ്കിൽ ശാസ്ത്രീയമല്ലാതെ ചികിത്സിക്കാതെ പോകുന്നതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. ഇതേപോലെയാണ് നമ്മുടെ ഡയബറ്റിസ് നെഫ്രോപ്പതി, കിഡ്നി. എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, ഞാൻ ഡോക്ടറെ കാണുന്നുണ്ട്, മരുന്ന് കഴിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ഷുഗർ നിയന്ത്രണത്തിലാണോ അതറിയില്ല. കാലിന് എപ്പോഴും ഡയബറ്റിസ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിംഗേഴ്സ് കട്ട് ചെയ്ത് കളയുന്നു, കാല് മുറിച്ച് കളയുന്നു എന്നെല്ലാം കാണുന്നുണ്ട്. ഇതിനെ അവോയ്ഡ് ചെയ്യാൻ നമുക്ക് എന്തെങ്കിലും മാർഗമുണ്ടോ? ഇവിടെയാണ് ഡയബറ്റീസ് നമ്മൾ ഈ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ഡയബറ്റീസ് സെൻ്റർ വരാനൊരു ഐ പ്രിവെൻറ്റ് ഡയബറ്റീസ് ആൻഡ് ഐ പ്രിവെൻറ്റ് ആംപുട്ടേഷൻ. ശരിക്കും ഇത് രണ്ടും നടക്കും. എനിക്ക് ഡയബറ്റീസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേഷനിലൂടെ, അവയർനെസ്സിലൂടെ. എനിക്ക് ആംപുട്ടേഷൻസ് പ്രിവെൻറ്റ് ചെയ്യാനും പറ്റും. ആംപുട്ടേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുറിച്ച് കളയുന്നത്, ശരിക്കും ഈ കാൽപാദങ്ങൾ മുറിച്ച് കളയുന്നത് ഇൻവാലിഡ് ആയിട്ടുള്ള ഒരു സമൂഹത്തെ നമ്മളിന്ന് സൃഷ്ടിക്കപ്പെടുത്താണ്. ശരിക്കും പറഞ്ഞാൽ സൃഷ്ടിക്കുകയാണ്. ശരിക്കും പ്രമേഹമുള്ള ആളുകൾ, ഞാൻ ഇതിൻ്റെ ഇടയിൽ ഒന്നുകൂടെ പറഞ്ഞത്, പ്രമേഹമുള്ള ആളുകളുടെ ഏറ്റവും കൂടുതൽ പ്രശ്നം വായയിലാണ്. ആ പല്ലുകൾ കൊഴിഞ്ഞു പോയാൽ ഈ പല്ലുകൾ പറിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കാല് മുറിക്കുന്നതിന് സമമാണ്. അവരുടെ പല്ലുകൾ ഇൻവാലിഡ് ആവാണ്, പല്ലുകൾ പിന്നെ വെക്കേണ്ടി വരികയാണ്. പക്ഷെ ആളുകൾ കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെയും വലിയൊരു സംഗതിയാണ് പ്രമേഹം കൊണ്ടുണ്ടാകുന്ന മറ്റൊരു വലിയ വിഷയമാണ് ഗം ഡിസീസുകൾ. ഇതുതന്നെയാണ് കാലിലുണ്ടാവുന്നത്. ഇവിടെ ഏറ്റവും ഭയാനകവും അതിവിചിത്രവുമായ രോഗമാണ്, ഞാൻ അറിയാതെ ഞാൻ നടക്കുമ്പോൾ എൻ്റെ കാലിൽ നിന്ന് എൻ്റെ ചെരുപ്പ് ഊരിപ്പോയി മറ്റൊരാൾ ആ ചെരുപ്പുമായി എൻ്റെ അടുത്ത് വരിക. എൻ്റെ സ്വന്തം ചെരുപ്പ് എൻ്റെ സ്വന്തം കാലിൽ നിന്ന് ഊരിപ്പോയത് ഞാൻ അറിഞ്ഞില്ല. അത്രയും വിചിത്രമായ ഈ ഒരു രോഗം കൊണ്ട് ഈ രോഗി കാലുമായിട്ട് നടക്കുകയാണ്. അപ്പോൾ സംഗതി നിയന്ത്രണമല്ലാത്ത പ്രമേഹം എല്ലാ അവയവങ്ങളും കേടുവരുത്തും. അതിലൊന്നാണ് എൻ്റെ പ്രമേഹപാതരോഗം. അതാണ് പൊടിയാട്ടം. ശരിക്കും തരിപ്പ്, മരവിപ്പ്, ചുട്ടുകത്തൽ, പുകച്ചൽ, ഇതൊക്കെ പ്രമേഹത്തിൻ്റെ
ഡയബറ്റിക് പെരിഫറൽ ന്യൂറോപ്പതി ആയിരിക്കാം. ഇങ്ങനെയുള്ള ആളുകൾ ചില ആളുകൾ അവിടെ വരും, രാത്രി കിടന്നുറങ്ങുമ്പോൾ എലി വന്ന് കാലിൽ തൊട്ടു അറിഞ്ഞില്ല, കാലിൽ കടിച്ചു അറിഞ്ഞില്ല, കാലിൻ്റെ വിരലുകൾ എടുത്തുകൊണ്ട് പോയി അറിഞ്ഞില്ല. അപ്പോൾ ക്ഷുദ്രജീവികൾ, എലി, പാറ്റ, ഉറുമ്പുകൾ വന്ന് കടിച്ച് എൻ്റെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങൾ കൊണ്ടുപോകുന്നു, ഞാൻ അറിയുന്നില്ല. അപ്പോൾ ഈ അസുഖം ഇത്രയും തീവ്രമായതാണെന്നുള്ളത് സമൂഹത്തിൽ അറിയപ്പെടുന്നില്ല. അങ്ങനെ ആ ഒരു തീവ്രത ആളുകൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ പ്രമേഹപാത സംരക്ഷണത്തിൽ അവർ കുറച്ചുകൂടെ സൂക്ഷ്മത പാലിച്ചാൽ ദൈവം തമ്പുരാൻ ആയുസ് തരുന്നവരുടെ അവരുടെ എല്ലാ അവയവങ്ങളും അവർക്ക് കൂടെ കൊണ്ടുപോകാം. അപ്പോൾ ഞാൻ ഡോക്ടറിനോട് ചോദിക്കുന്നത്, ഇപ്പം ഈ ഒരു സ്റ്റേജ് വരെ എത്തുന്നതിന് മുന്നേ നമ്മൾ അതിന് പ്രിക്കോഷൻ എടുക്കണം എന്നല്ലേ ഡോക്ടർ? എനിക്ക് ഒരു കുഴപ്പവുമില്ല. എൻ്റെ ഷുഗർ രാവിലെ 90-130 ഞാൻ കൺട്രോളാണ്. ഞാൻ 2 കൊല്ലം മുമ്പ് ഒരു ഡോക്ടർ മരുന്ന് എഴുതി തന്ന് അത് കഴിച്ച് ഞാൻ ജീവിച്ചു പോവാണ്. ദിസ് ഈസ് ദ പ്രോബ്ലം. ഡയബറ്റീസിന് ട്രീറ്റ് ചെയ്യുമ്പോൾ ചികിത്സിക്കുന്ന ഡോക്ടറുമായി 3 മാസത്തിലോ അവർ പറയുന്നതിനനുസരിച്ച് ഫോളോ അപ്പ് ചെയ്ത് കഴിക്കണം മരുന്നുകൾ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്ത് എൻ്റെ അവയവങ്ങൾക്ക് കേട് വരുന്നില്ല എന്നുള്ളത് നോക്കി കണ്ടും പോകണം. ഇവിടെ കാലിലോട്ടുള്ള രക്തോട്ടവും കാലിലെ ഞരമ്പുകളെയും നിയന്ത്രണമില്ലാത്ത പ്രമേഹം കാലങ്ങളോളം മാറ്റം വരുത്തി എൻ്റെ കാലിലെ തരിപ്പ്, മരവിപ്പ്, ചുട്ടുകത്തൽ, പുകച്ചിൽ ഇതൊരിക്കൊരു പ്രശ്നമായി ഞാൻ അതും അവഗണിച്ച് നടന്ന് കൊണ്ടുപോയി എവിടെയെങ്കിലും എൻ്റെ കാല് അറിയാതെ തട്ടിമുട്ടി ഒരു ചെറിയ വ്രണത്തെ ഞാൻ വളരെ തീരെ അവഗണിച്ച് അതും എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി കട്ടി മുട്ടി അതൊരു ചെറിയ കറുത്ത കളറായി 1 ആഴ്ച 2 ആഴ്ച 4 ആഴ്ച ആ വിരലുകൾ കറുത്തുപോയി. അത് മുറിച്ച് കളയാൻ പറയുമ്പോൾ കാലിലോട്ടുള്ള രക്തോട്ടം നോക്കാതെ ആ വിരൽ മുറിച്ച് കളയുമ്പോൾ രക്തോട്ടമില്ലാത്ത കാലായതുകൊണ്ട് മുറിച്ച് കളഞ്ഞ ഭാഗം ഉണങ്ങാതെ വരുന്നു. പിന്നെ അത് 2ാമത്തെ വിരൽ 3ാമത്തെ വിരൽ പിന്നെയും പോകുന്നത് കാലിൻ്റെ താഴോട്ട്, മുട്ടിന് കീഴെ, മുട്ടിന് മീപ്പെട്ട്. ഇതാണ് നമ്മുടെ ലോകത്ത് നടക്കുന്നത്. പ്രോപ്പറായിട്ട് ഒരു യഥാർത്ഥ രീതിയിലൊരു പൊഡിയാട്രി സംവിധാനത്തിൽ ഈ ആളെത്തിയാൽ അവിടെ ആ പോയിൻ്റ് ഓഫ് വൂണ്ട് അവിടെ നിന്നു, പിന്നെ അത് സ്പ്രെഡ് ചെയ്യില്ല, കട്ട് ചെയ്യില്ല. അപ്പോൾ ഇവിടെ അവയർനെസ്, പൊഡിയാട്രി ഇല്ല, പ്രമേഹ പാതരോഗം. പൊഡിയാട്രിയിൽ നമ്മൾ എന്താണ് അതിന് വേണ്ടി ഞാൻ ചോദിക്കുന്നത്, ഓക്കെ ഇപ്പോൾ എനിക്ക് ഷുഗർ വന്നു കഴിഞ്ഞിട്ട് നാളെ ഈ ഒരു സ്റ്റേജിലേക്ക്, അതായത് ഈ വ്രണം വന്നു, ആ ഒരു സ്റ്റേജിലേക്ക് എത്താതിരിക്കാനാണ് ഈ പൊഡിയാട്രി എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയുള്ളത്. അതെന്തിനാണ് നമ്മൾ? പുതിയ പഠനങ്ങൾ ഡയബറ്റീസ് ഇന്ന് എനിക്ക് ഡയഗ്നോസ് ചെയ്താൽ ഈസ് എ കാർഡിയോവാസ്കുലർ ഇവൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഹാർട്ട് അറ്റാക്ക് വന്നതിന് സമമാണ്. അപ്പോൾ ഇന്ന് എനിക്ക് ഡയബറ്റീസ് വന്നാൽ നിങ്ങൾ ആരും മനസ്സിലാക്കുന്നത് ഇന്നാണ് എനിക്ക് ഷുഗർ വന്നത്. ഇറ്റ്സ് ലോങ് വേ ബാക്ക്. കുറേ കാലമായി ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ എനിക്ക് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്, എൻ്റെ കണ്ണിൽ ചിലപ്പോൾ ബ്ലീഡിങ് വന്നിട്ടുണ്ട്, എൻ്റെ മൂത്രത്തിലൂടെ പ്രോട്ടീൻ പോകുന്നത് എൻ്റെ കിഡ്നിയുടെ മാറ്റങ്ങളാവാം, കാലിലും മരവിപ്പോ തരിപ്പോ ചുട്ടുകത്തലോ പുകച്ചിലോ അല്ലെങ്കിൽ കാലിലോട്ടുള്ള രക്തോട്ടോ കുറഞ്ഞിട്ടുണ്ട്, ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു പ്രമേഹ രോഗി വരുമ്പോൾ ആദ്യം തന്നെ ഒരു എൻറ്റയർ ഹെൽത്ത് ചെക്കപ്പ് ഡെഫിനറ്റ്ലി ആവശ്യമാണ്. എവിടെയാണ് ആൾ നിൽക്കുന്നത്, എന്തെല്ലാം അവയവങ്ങൾ കേടുവന്നു, ഇനി അവയവങ്ങൾ കേടുവരാതെ ഇനി എന്തൊക്കെ ചെയ്യാം, ഇനി അങ്ങനെ ആ ഒരു മറ്റൊരു ബുദ്ധിമുട്ടിലോട്ട് ആൾ പോകാതെ എങ്ങനെ ഇനി ജീവിതകാലം പ്രൊട്ടക്റ്റ് ചെയ്യാം. ഇതായിരിക്കണം ഒരു ഡയബറ്റീസ് രോഗി ഡയഗ്നോസ് ചെയ്യപ്പെടുമ്പോഴും അദ്ദേഹം തുടർന്നും പാലിക്കേണ്ട മര്യാദകൾ. ഈ ഷുഗർ നിയന്ത്രണം എന്ന് പറയുമ്പോൾ നമുക്ക് വാല്യൂസ് വരുമല്ലോ, 200, 300, 700 വരെ പോയി ഷിവറിങ് വരുന്നത്, അങ്ങനെയൊക്കെ നമ്മൾ കേൾക്കാം. ഏതൊക്കെ ഒരു പോയിന്റിൽ എത്തുമ്പോഴാണ് ദ വേഴ്സ്റ്റ് സിറ്റുവേഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുക? ഡയബറ്റീസിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ ഇന്നലെ ഒരു പേഷ്യൻറ്റ് 760 ഷുഗറായിട്ട് വന്നു, 760 ടു OPD നടന്നു വരുന്നു. ആ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും ഒരു 2 വാല്യൂ അല്ല ഡയബറ്റീസ്. ഒരു എക്സാമ്പിൾ, ഒരാൾ ഉദാഹരണം പറയാം. എ എന്നൊരാൾ രാവിലെ ഷുഗർ നോക്കിയപ്പോൾ ഫാസ്റ്റിംഗ് 90, ആഫ്റ്റർ ഫുഡ് 140. എ വളരെ സന്തോഷത്തിലാണ്. അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണം അല്ലെങ്കിൽ അവരുടെ അടുത്ത ആളുടെ കല്യാണം ഉച്ചയ്ക്ക് പോകുന്നു. പറയുന്നത് എനിക്ക് രാവിലെ 90 ഉച്ചയ്ക്ക് പോയി കല്യാണത്തിൽ സദ്യയും പായസം കഴിച്ചു. അദ്ദേഹത്തിന് 300. പക്ഷെ അദ്ദേഹത്തിന് പ്രശ്നങ്ങളൊന്നുമില്ല, അദ്ദേഹം വളരെ കംഫർട്ടാണ്. തിരിച്ചു വരുന്ന വഴിക്ക് 3 മണിയാകുമ്പോൾ കുറച്ച് കൊള്ളിക്കിഴങ്ങ് കഴിച്ചു. അപ്പോഴും അദ്ദേഹം പറഞ്ഞു എനിക്ക് രാവിലെ 90. വൈകുന്നേരം ആകുമ്പോൾ 2 പഴംപൊരിയും ചായ കഴിച്ചു. അദ്ദേഹം പറയുന്നത് എനിക്ക് രാവിലെ ഷുഗർ 90, 130. അദ്ദേഹത്തിന് ആ പഴംപൊരി കഴിച്ചാൽ ഷുഗർ 300. വൈകുന്നേരം ഞാൻ 2 പൊറാട്ടയും കഴിച്ച് കിടന്നുറങ്ങുന്നു. അദ്ദേഹം വളരെ കംഫർട്ടാണ്. അതുകൊണ്ടാണ് ഈ അസുഖത്തിൻ്റെ പേര് സൈലൻറ്റ് കില്ലർ. അപ്പോൾ നമ്മുടെ ആളുകൾ 2 ഷുഗർ നോക്കിയിട്ടാണ് ജീവിക്കുന്നത്, ഫാസ്റ്റിംഗ് ആൻഡ് PP. അപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് മുമ്പ് ശേഷമുള്ള ഷുഗറിനെ നമ്മൾ എന്താണ് വിളിക്കുക?
രാത്രി ഭക്ഷണത്തിന് മുമ്പ് ശേഷമുള്ള ഷുഗറിനെ എന്തെന്നാ വിളിക്കുക? ഇതാണ് ഡയബറ്റീസ്. അപ്പോൾ എങ്ങനെ നമ്മൾ ഡയബറ്റീസിനെ ട്രീറ്റ് ചെയ്യുക? ഈ 2 ഷുഗർ കൊണ്ട് മരുന്ന് കൊടുത്താൽ ഈ ആളുകൾ ജീവിതകാലം മുഴുവൻ സുഖമായിട്ട് ജീവിക്കുമോ? ഇല്ല. കോംപ്ലിക്കേഷൻസ് ഡെഫിനറ്റ്ലി. അപ്പോൾ എന്ത് വേണം? HbA1c എന്ന് പറയുന്ന 3 മാസത്തിലൊരിക്കൽ നോക്കുന്ന ഡയബറ്റീസ് നിയന്ത്രണ വിധേയമാണോ എന്ന് അറിയുന്ന ഷുഗറിൻ്റെ ടെസ്റ്റ് ഉണ്ട്. 3 മാസം കൂടെ 3 മാസത്തിലൊരിക്കൽ. ഓക്കെ. ആ HbA1c 6.5 ടാർഗറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ആളുകൾ പ്രായത്തിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവാം, മറ്റുള്ള അവയവങ്ങളുടെ അസുഖങ്ങൾക്കനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. ബട്ട് 6.5 ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ജീവിതകാലം മുഴുവൻ മറ്റൊരു അവയവങ്ങളും കേടുവരാതെ ജീവിക്കാം. അതായത് 6.1 ആണ് 6.5. 6.5 ആണ് മീഡിയൻ. യെസ്, നോർമലി HbA1c കൺട്രോളിൽ നിൽക്കേണ്ടത്. ഓക്കെ. അപ്പോൾ അതേപോലെ ഇപ്പോൾ ഇതിൽ കൂടുതലുള്ള ഒരാൾ, ഇപ്പോൾ നമ്മൾ ഭക്ഷണ കാര്യങ്ങളുടെ നമ്മൾ പറഞ്ഞു ഉച്ചയ്ക്ക് ഇത് കഴിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ആൾക്കാർ വിചാരിക്കുന്നുണ്ട് ശരി ഞാൻ രാവിലത്തെയും അത് കഴിഞ്ഞിട്ടുള്ള ആഫ്റ്റർ ഫുഡും ബിഫോർ ഫുഡിനെ ടെസ്റ്റ് ചെയ്തിട്ട് ഞാൻ സേഫ് ആയിട്ടിരിക്കുവാണ്. ഭക്ഷണക്രമങ്ങളിൽ ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയുകയാണെങ്കിൽ അതെന്തായിരിക്കും? സൂക്ഷ്മത വേണ്ടത് എന്ത് ഭക്ഷണം വേണമെങ്കിലും പ്രമേഹമുള്ള ഒരാൾക്ക് കഴിക്കാം. അവിടെ വേണ്ടത് ചികിത്സിക്കുന്ന ഡോക്ടറെ കണ്ട് പ്രോപ്പറായിട്ടുള്ള മെഡിക്കേഷൻ ഉണ്ടാവുക. പ്രോപ്പറായിട്ടുള്ള ശരിക്കും പറഞ്ഞാൽ 4 കാര്യങ്ങളിൽ സൂക്ഷ്മത ഉണ്ടായാൽ മതി. ഒന്ന്, അസുഖത്തെക്കുറിച്ചിട്ടുള്ള സാമാന്യബോധം, ശാസ്ത്രീയമായ അവബോധം. ഈ ജീവിതശൈലി രോഗം എൻ്റെ ജീവിതകാലം മുഴുവൻ ഉണ്ടാവും, എനിക്കിത് മാറ്റാൻ പറ്റത്തില്ല. ജീവിതകാലം മുഴുവൻ ഉണ്ടാകും. തീർച്ചയായിട്ടും. അതിനെ നിയന്ത്രിച്ച് കൊണ്ട് നിർത്തുമ്പോൾ എൻ്റെ അവയവങ്ങളെല്ലാം സേഫായി. നിയന്ത്രിക്കാതിരുന്നാൽ എൻ്റെ അവയവങ്ങളെല്ലാം കേടുവരും. 2, എന്ത് ഞാൻ കഴിക്കണം, എന്ത് ഒഴിവാക്കണം, എൻ്റെ വ്യായാമം ഏത് രീതിയിലാവട്ടെ, എൻ്റെ മെഡിസിൻ. ഈ 4 കാര്യങ്ങൾ ഒരു 100% എടുത്തു കഴിഞ്ഞാൽ 25 എടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു 25 ബാലൻസ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ ഇഷ്യൂസായി. അപ്പോൾ അറിവാവാം, ഭക്ഷണമാവാം, വ്യായാമമാവാം, മരുന്നാവാം. ഓക്കെ. അപ്പോൾ അത് നിങ്ങൾക്ക് മെഡിക്കേഷൻ ത്രൂവും ഈ വ്യായാമത്തെ കൂടി കൺട്രോൾ ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് ഡോക്ടർ പറയുന്നത്. ഡെഫിനറ്റ്ലി. അപ്പം പ്രോപ്പറായിട്ടുള്ള ഒരു മെഡിസിൻ എടുക്കുന്ന ഒരു രോഗി HbA1c 6.5 ആണെങ്കിൽ അദ്ദേഹത്തിന് ആവശ്യമുള്ള ഭക്ഷണം കഴിക്കാം, എന്തും കഴിക്കാം. നോ വറീസ്. സ്വീറ്റ് കഴിക്കുന്നതിനും ഒരു കുഴപ്പമില്ല. പക്ഷെ അവിടെ മനസ്സിലാക്കേണ്ടത് ഞാനൊരു 45 മിനിറ്റ്സ് റെഗുലറായിട്ട് വ്യായാമം ചെയ്യുന്ന ഒരാളാണ് ഞാൻ. 6.5 ആണ് എൻ്റെ HbA1c. ഇന്ന് എനിക്കൊരു ലഡു കഴിക്കണം, ഞാനൊരു 35 മിനിറ്റ്സ് എക്സ്ട്രാ വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ എനിക്ക് എൻ്റെ ഡിസയറായി, എനിക്ക് എൻ്റെ പ്ലഷറിന് ഫുഡ് കഴിക്കാം. ഓക്കെ. ഐ എം കംഫർട്ട്. ഈ രീതിയിലുള്ള ഒരു കംഫർട്ട് ലെവലിൽ പേഷ്യൻറ്റും ഡോക്ടറും കൂടി ഉണ്ടെങ്കിൽ ഈ ആളുകൾക്കൊക്കെ സുഖമായിട്ട് ജീവിക്കാം. ഒരു ഒബീസ് ആയ ആൾ നേരിടുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്, രോഗാവസ്ഥകൾ അങ്ങനെ? ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഒബീസ് ആയിട്ടുള്ള ആളുകളുള്ളത് യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്കയിലാണ്, യൂറോപ്പിലൊക്കെയാണ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ പഠനങ്ങൾ ഈ ഒബേസിറ്റിയിലെ പ്രശ്നങ്ങളെ മാത്രമായിട്ടുണ്ടായി. ഒബേസിറ്റിയിൽ വരുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണ് ഒബേസ് ആയിട്ടുള്ള ആളുകൾ. മോർബിഡ് ഒബേസ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കാണുന്ന 100 കിലോന്നല്ല, അവിടെ കാണുന്ന ആളുകൾ 250 കിലോഗ്രാം 300 കിലോഗ്രാമാണ്. ദാറ്റ് ഈസ് ഒബേസിറ്റി, അവിടുത്തെ ഒബേസിറ്റി. നമ്മളിവിടെ കാണുന്ന ഒബേസിറ്റി ഒന്നുമല്ല. പക്ഷേ ആ ഒബേസിറ്റിയുള്ള ആളുകൾക്ക് ഡയബറ്റീസ് ഉണ്ടാവാം, ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവാം, കൊളസ്ട്രോൾ ഉണ്ടാവാം, ഹാർട്ടിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം, സ്ട്രോക്ക് ഉണ്ടാവാം, യൂറിക് ആസിഡ് കൂടാം, ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ, കിടന്നു ഉറങ്ങുമ്പോൾ ശ്വാസം കിട്ടാത്ത അവസ്ഥ, കൂർക്കം വലിക്കുന്ന അവസ്ഥ, ഫാറ്റി ലിവർ ഉണ്ടാവാം, ഫാറ്റി ലിവറിൻ്റെ പരാജയങ്ങൾ ഉണ്ടാവാം. ഏറ്റവും കൂടുതൽ അവരനുഭവിക്കുന്നത് എണീറ്റ് നിൽക്കാൻ കഴിയത്തില്ല, ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, മുട്ടുവേദന കൊണ്ട് മുട്ട് തേയ്മാനം, എല്ല് തേയ്മാനം, പിന്നുള്ളത് പല രീതിയിലുള്ള ക്യാൻസേഴ്സ്. അപ്പോൾ ഇതൊക്കെ ഈ ഒരു 10-15 അസുഖങ്ങൾ ഒരുമിച്ച് ഒബേസിറ്റി ഉള്ള ആൾ അനുഭവിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് എവിടെ? അദ്ദേഹത്തിൻ്റെ ലൈഫിൽ എവിടെ ക്വാളിറ്റി ഉള്ളത്? അദ്ദേഹത്തിന് ഹെൽത്തി അല്ല, ഒരു ഭക്ഷണം ശരിയായ രീതിയിൽ. പിന്നെ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാണ് ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല, ഒരുപാട് ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ഉണ്ടാവാം. ഇതൊക്കെ അനുഭവിക്കുന്ന ഒരു സമൂഹമാണ് അമിതവണ്ണമുള്ള ആളുകൾ. അപ്പോൾ നമ്മൾ വളരെ ഈസി ആയിട്ട് ഭയങ്കര തടി. പക്ഷെ ഇവിടെ എന്താണ് അമിതവണ്ണത്തിന് കാരണം? ഇവിടെയാണ് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇതിനെ നമ്മൾ ഡിസീസ് ഓഫ് ബ്രെയിൻ എന്ന് പറയാം. ഈ ഒബേസിറ്റിനെ നമ്മൾ വളരെയധികം പഠനങ്ങളിലൂടെ വന്ന് ഇന്ന് ഒബേസിറ്റിയുടെ വലിയൊരു ലോകത്തെ നമ്മൾ നിൽക്കുന്നെങ്കിലും ഒരുപാട് പഠനത്തിന് ശേഷം ബ്രെയിൻ ആൻഡ് ഗട്ട് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ നമ്മുടെ ആമാശയും ഈ സിസ്റ്റം മുഴുവനായിട്ട് ഇൻഡസ്ട്രിയിൽ തോന്നും. അപ്പോൾ ഡിസീസ് ഓഫ് ബ്രെയിൻ എന്നെന്തുകൊണ്ട് പറയുന്നത് വെച്ചാൽ എനിക്ക് ഈറ്റിംഗ്, ഹംഗ്രി ഫോർ ഈറ്റിംഗ്, എൻ്റെ വിശപ്പിന് വേണ്ടി ഞാൻ കഴിക്കുന്നു. ഹംഗ്രി ഈറ്റിംഗ് ഫോർ പ്ലഷർ,
എനിക്ക് എനിക്ക് ഇഷ്ടത്തിന് വേണ്ടി ഞാൻ തിന്നുന്നു. Cravings. അപ്പോൾ ഈ അതുപോലെ തന്നെ ഞാൻ ഡിസൈഡ് ഇട്ടിട്ട് എനിക്ക് വേണ്ട, പക്ഷേ ഞാനിത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് വേണ്ട ഇത് ശരിക്കും എനിക്ക് ആവശ്യമില്ല. 3 അതെ തരത്തിലുള്ള അതെ. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് കംപ്ലീറ്റ് കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് എൻ്റെ ബ്രെയിനാണ്. അപ്പോൾ എൻ്റെ സാറ്റൈറ്റി, എനിക്ക് ഫുൾനെസ് മതി, നിർത്താൻ പറയുന്നത് എൻ്റെ ബ്രെയിനാണ്. നിർത്തണ്ട, കഴിച്ചോ നീ കഴിച്ചോ എന്ന് പറയുന്നത് എൻ്റെ ബ്രെയിനാണ്. ഈ ഫിസിയോളജിക്കൽ ഫങ്ഷൻ നമുക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് കുറേ ഹോർമോണൽ എൻഡോക്രൈനൽ ഹോർമോൺ വഴി ബ്രെയിനിൽ നിന്ന് ഗട്ടിലേക്ക് കൊടുക്കുന്ന ഈ പെരിഫറൽ സിഗ്നൽസ് വഴി നടന്നുകൊണ്ടിരിക്കണം. ഇവരൊന്നും അറിയാതെ ഓരോ ദിവസവും ഓരോ ഗ്രാം വെച്ച് ഇവർ കൂടിക്കൊണ്ടേയിരിക്കും. അവിടെ വരുമ്പോഴാണ് ഒബീസിറ്റിക്ക് വേണ്ടി നമ്മുടെ നാട്ടിലെ 100 കിലോനും 80 കിലോനും 70 കിലോനുള്ള ആളുകൾ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ്, അതെ, പിന്നെ സെപ്പറേറ്റ് ജ്യൂസസ് ഫോർ ഒബീസ്, വാട്ടർ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞത്. യെസ്, ഒരു നമ്പർ ഓഫ് ട്രീറ്റ്മെൻറ്റ്. ദർ ഇസ് നോ സയൻറ്റിഫിക് സപ്പോർട്ട്. ഇവിടെ കുറേ സംഭവങ്ങളുണ്ട്, നമ്മളതിനെ അടിച്ചാക്ഷേപിക്കല്ല. പക്ഷെ നമ്മൾ എന്ത് കഴിക്കുന്നുണ്ടെങ്കിലും എൻ്റെ ഭക്ഷണമാണ് എൻ്റെ ഉള്ളിലുണ്ടാക്കുന്ന എല്ലാ പ്രശ്നങ്ങളും. അപ്പോൾ ഇവിടെ ഇവർക്ക് ഇത് ഇപ്പോൾ എത്ര കൺട്രോളായിട്ട് വെയിറ്റ് ലോസിന് നമ്മൾ ശ്രമിച്ചാലും, ഇപ്പോൾ പഠനങ്ങൾ പറയണത് ലൈഫ് സ്റ്റൈലിലെ മാറ്റങ്ങൾ, അതുപോലെ തന്നെ ഡയറ്റും എക്സസൈസിലൂടെയും 3 to 5% വെയിറ്റ് ലോസ് വരുത്താമെങ്കിലും വൺസ് അത് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അത് റിവേർട്ട് ചെയ്യും. ഈ റിവേഴ്സിബിലിറ്റിയാണ് നമ്മുടെ ബോഡിയുടെ മെറ്റാബോളിസം അഡാപ്റ്റ് ചെയ്തിട്ട് നമ്മളെ ബോഡി എപ്പോഴും എന്താ ചെയ്യുക വെച്ചാൽ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുള്ളൂ. ബോഡി ഒരിക്കലും നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്ന ഒരു സംഗതിയെയും അത് ആക്സെപ്റ്റ് ചെയ്യില്ല. അതുകൊണ്ടാണോ ഈ ഡയറ്റ് ചെയ്ത് ഞാൻ പെട്ടെന്നൊന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഡബിൾ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നു എന്ന് പറയപ്പെടുന്നത്? അതുകൊണ്ടാണ് ഡിസീസ് ഓഫ് ബ്രെയിൻ എന്ന് പറയുന്നത്. ഇതിവിടെ കൺട്രോൾ ചെയ്യണത്. നമുക്കൊന്നും കൂട്ടിയേ പറ്റത്തില്ല. നമ്മളിത് എന്നിങ്ങനെ വർക്ക് ചെയ്താലും എത്ര വെയിറ്റ് ലോസ് വരുത്തിയാലും ഇത് തിരിച്ച് ഉടനെ റിവേർട്ട് ചെയ്തു പഴയ വെയിറ്റിൽ വരും. അത് നമുക്കൊന്ന് നോർമലൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? അവിടെയാണ് ഈ പഠനങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിയത് ഇൻഗ്രിറ്റിൻ ഹോർമോൺസ് എന്ന് പറഞ്ഞാൽ കുടലുകളിലുള്ള നമ്മുടെ ഇൻറ്റസ്റ്റൈനിലുള്ള ചില ഹോർമോണ് പ്ലസ് ബ്രെയിനിലെ ഹോർമോണ്. ഇത് വെച്ചാൽ ഇൻക്രിറ്റിൻ ഹോർമോൺസ് എന്ന് പറഞ്ഞിട്ട് GLP എന്ന് പറഞ്ഞൊരു ഹോർമോണുണ്ട്, ഗ്ലൂക്കോഗോൺ ലൈക്ക് പെപ്റ്റൈഡ്. ഇത് ഇൻറ്റസ്റ്റൈനിലുള്ളത്. ഇതിനെ പഠനം നടത്തിയിട്ട് നമ്മുടെ 20 വർഷങ്ങളോളായിട്ട് ഒരു മരുന്ന് നമുക്കിവിടെ ഉണ്ടായിരുന്നു ഒബേസിറ്റിക്കായിട്ടുള്ള. അതിൻ്റെ തുടർച്ചയെന്നോളം ഗുളികൾ വന്നു, മരുന്നുകൾ വന്നു. പ്രോപ്പർ ഒബേസിറ്റിക്ക് മാത്രമായിട്ട് GLP-1 അനലോഗ്, അതിൻ്റെ അതേപോലുള്ള മരുന്ന് 94% മനുഷ്യരിലെ ഒരേപോലുള്ള ഹോമോളജിയുള്ള GLP കണ്ടെത്തി. അതിൻ്റെ പേര് സെമാഗ്ലൂട്ടൈഡ്. യെസ്, അത് ഗുളിക രൂപത്തിലുണ്ട്. പക്ഷേ ഇന്നിറങ്ങിയിട്ടുള്ളത് ഇഞ്ചക്ഷൻ രൂപത്തിലുള്ള സെമാഗ്ലൂട്ടൈഡ്. അതെടുക്കുമ്പോൾ ഈ രീതിയിൽ നമ്മുടെ അതിൻ്റെ റിസപ്റ്റേഴ്സ് ഉള്ള സ്ഥലത്ത് അത് ആക്ട് ചെയ്യുമ്പോൾ എനിക്ക് ഭക്ഷണം മതി. ഞാൻ എത്ര ഭക്ഷണം ഇഷ്ടമുള്ളതായാലും ഞാനത് കഴിക്കും, നിർത്തും. നമ്മുടെ അതിൽ സാറ്റൈറ്റി വരുത്തി എന്ന് വെച്ചാൽ എനിക്ക് മതി, ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഫുഡിൽ. എൻ്റെ അപ്പറ്റേറ്റ് സ്റ്റോപ്പ് ചെയ്തു. എൻ്റെ ഗ്യാസ്ട്രിക് എംറ്റി. നമ്മുടെയൊക്കെ പ്രശ്നം എന്താ വെച്ചാൽ ഭക്ഷണം കഴിച്ച ഉടനെ ഈ ആമാശയത്തിലുള്ള ഫുഡ് പെട്ടെന്ന് അങ്ങോട്ട് ട്രാൻസിറ്റ് അടിക്കും കുടലിലോട്ട്. അപ്പോൾ നമുക്ക് വീണ്ടും വിശപ്പ് വരും. അപ്പോൾ ഈ ഡ്രഗ് പോയിട്ട് എന്താ ചെയ്യുക, സ്ലോ ദ ഗ്യാസ്ട്രിക് എംറ്റി. അപ്പോൾ ആ ഫുഡ് വളരെ ഹാഫ് ആൻ അവറിൽ ഗ്യാസ്ട്രിക് എംറ്റി നടക്കുന്നത് 2-3 hours 4 hours. അപ്പോൾ വിശക്കൂല. പക്ഷെ ഇവിടെ ചിന്തിക്കേണ്ടത് ഒബീസിറ്റി ഒരു രോഗമാണ്. എനിക്ക് പ്രഷറിന് മരുന്ന് കഴിക്കണം, ഷുഗറിന് മരുന്ന് കഴിക്കണം, കൊളസ്ട്രോളിന് മരുന്ന് കഴിക്കണം, എനിക്ക് ഹാർട്ടിന് മരുന്ന് കഴിക്കണം, എനിക്ക് എൻ്റെ മുട്ടുവേദനയ്ക്ക് മരുന്ന് കഴിക്കണം, ഫാറ്റി ലിവറിന് മരുന്ന് കഴിക്കണം, യൂറിക് ആസിഡിന് മരുന്ന് കഴിക്കണം, ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയയ്ക്ക് എനിക്ക് ബൈപ്പാപ്പ് വെച്ച് എനിക്ക് കിടന്നുറങ്ങണം, കുറേ മരുന്ന് കഴിക്കണം. യെസ്, സ്നോറിങ് ഈസ് വെരി ഡേഞ്ചറസ്. അത് രാത്രിയിലൊക്കെ ഉള്ള മരണങ്ങൾക്ക് പലപ്പോഴും കാരണം സ്നോറിങ് ആണ്. അതുകൊണ്ടാണ് ഈ ആളുകൾ സ്ലീപ്പ് സ്റ്റഡി നടത്തിയിട്ട് നമ്മൾ ബൈപ്പാപ്പ് എന്ന് പറഞ്ഞ മെഷീൻ വെച്ചിട്ട് കിടത്തുറക്കണത്. മോസ്റ്റ്ലി ഒരു 30% തടിയുള്ള ആളുകൾ, സൗകര്യമുള്ള ആളുകൾ എപ്പോഴും രാത്രി കിടക്കുമ്പോൾ ഈ സാധനം വെച്ചിട്ടുണ്ടാവാം. ഇത് കോസ്റ്റ്ലിയർ സൈഡിലുള്ളതാണ് മോസ്റ്റ്. യെസ്, സ്നോറിങ് ഈസ് വെരി ഡേഞ്ചറസ്. അതായത് ഈ ഉറക്കത്തിൽ കാർഡിയാക് അറസ്റ്റ് വരുന്നവരെയൊക്കെ, ഉറക്കത്തിൽ കാർഡിയാക് അറസ്റ്റിൽ വരുന്നത് സ്ലീപ്പ് അപ്നിയ എന്ന് പറഞ്ഞാൽ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ നമ്മൾ ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ശ്വാസം നിലക്കും, ചില ആൾക്കാർ ഞെട്ടി ഉണരും. ഇത് ശ്വാസം തലച്ചോറിൽ കിട്ടാത്തൊരവസ്ഥയിലേക്ക് വരും. ആ സമയത്ത് ഹൈ റിസ്ക് ഉള്ള ഒരാളാണ് കിടന്നുറങ്ങുന്നത്. 2 മണിക്ക് ഞാൻ കിടന്നുറങ്ങുന്നു, ഞാൻ പുകവലിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഡ്രിങ്ക് ചെയ്യുന്നു, എനിക്ക് ഒരുപാട് അസുഖങ്ങളുണ്ട്. ഈ സമയത്ത് 2 മണിക്ക് ഞാൻ അത്രയും ടയേർഡായി കിടന്നുറങ്ങി ഒരു 4 മണിക്ക് ഇത്രയും റിസ്ക് ഉള്ള ഒരാൾ കിടന്നുറങ്ങുമ്പോൾ ഡെഫിനറ്റ്ലി അത് കാർഡിയാക് അറസ്റ്റിൽ പോകും.
പറഞ്ഞു വന്നുകൊണ്ടിരുന്നത് ഒബീസിറ്റിയും ഡയബറ്റിക്സും തമ്മിലുള്ള ബന്ധമാണ്. അപ്പോൾ നമ്മൾ പറയുണ്ടായി ഹാർട്ട് അറ്റാക്സ് വരാനുള്ള ചാൻസസ് ഉണ്ട്, ഫാറ്റി ലിവറിൻ്റെ ഇതുണ്ട്. നമ്മൾ ഡയബറ്റിക്സ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ വൺസ് വി ആർ ടേക്കിംഗ് ദിസ് മെഡിസിൻ, ഈ ഒബീസിറ്റിക്കുള്ള ഈ മെഡിസിൻ എടുത്താൽ അത് ഷുഗറിനെയും എത്രത്തോളം കൺട്രോൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ റിവേഴ്സലിലൊക്കെ പോസിബിലിറ്റി ഉണ്ടോ? ഈ മരുന്നുകൾ സെമാഗ്ലൂട്ടൈഡ് നേരത്തെ ഡയബറ്റീസിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഈ ഇൻക്രീറ്റിംഗ് ഹോർമോൺ ആദ്യം പാൻക്രിയാസിൽ ചെയ്യുന്നത് ഇൻസുലിൻ ഉൽപ്പാദിപ്പിച്ച് ഷുഗറിനെ കുറയ്ക്കുക എന്നുള്ളതാണ്. ഇൻസുലിൻ ലെവൽ കുറവാണല്ലോ നമുക്ക് പൊതുവെ, അതുകൊണ്ടാണ് നമ്മൾ കുത്തിവെക്കുന്നത്. അതെ, അപ്പോൾ ഇൻസുലിൻ ഉൽപ്പാദിപ്പിച്ച് ഷുഗറിനെ കൺട്രോൾ ചെയ്യും. സെയിം ഹോർമോണ് ബ്രെയിനിൽ വർക്ക് ചെയ്യുമ്പോഴാണ് അത് നമ്മുടെ അപ്പറ്റൈറ്റ് സെൻറ്ററുമായിട്ട് നമ്മുടെ ഫുഡിനെയും നമ്മുടെ ക്രേവിങ്ങും ഇതൊക്കെ വ്യത്യാസം വരുത്തുന്നത്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മെഡിസിൻ നേരത്തെ ഡയബറ്റീസിനാണെങ്കിൽ ഇന്ന് ഇത് ഒബേസിറ്റിക്ക് മാത്രമാണ്. ഇറ്റ്സ് പ്യൂർലി ഫോർ ഒബേസിറ്റി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒബേസിറ്റിക്ക് ഇത്രയും പഠനങ്ങൾ വന്നിട്ടുള്ള ഒരു മരുന്ന്. അപ്പോൾ 10-20 വർഷത്തിൻ്റെ പഠനശേഷം ഈ മരുന്നിൽ ഇത്രയും ഗവൺമെൻറ് അംഗീകാരം കൊടുക്കാനുള്ള കാരണം കാർഡിയോവാസ്കുലാർ ബെനിഫിറ്റ്, ഹാർട്ടിനും കിഡ്നിനെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊരു മരുന്നും കൂടെ അത്. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റാണ് അത് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ മരുന്ന് കഴിക്കുമ്പോൾ ഇത്രയും വെയിറ്റ് കുറയുമ്പോൾ ഈ ഹാർട്ടിനും ലിവറിനും കിഡ്നിക്കൊക്കെ ഉള്ള ഭാരം വളരെ കുറയുന്നു. അപ്പോൾ എന്തുണ്ടാകുന്നു, പാൻക്രിയാസിനും അത് തന്നെയാണ്. അവിടെ നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു ലോജിക്ക് മതി. ഇപ്പോൾ ഒരു 80 കിലോ, ഇപ്പോൾ ഒരു ഹൈറ്റിനനുസരിച്ച് 60 കിലോ വേണ്ടുള്ളൂ. ഇപ്പോൾ പാൻക്രിയാസ് 60 കിലോ ഉള്ള ഒരാളുടെ പിന്നെ ടിഷ്യൂ ഉൽപ്പാദിപ്പിക്കേണ്ടത് പാൻക്രിയാസ്, ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കേണ്ടത്. ഇവിടെ 20 kg എക്സസ് വരുമ്പോൾ അത്രയും ഉൽപ്പാദിപ്പിക്കണ്ടേ? അപ്പോൾ ആ 20 kg കുറച്ചാൽ പാൻക്രിയാസ് ഫ്രീ ആയില്ലേ? അപ്പോൾ ഡെഫിനറ്റ്ലി ദർ ഇസ് കുറേ മെക്കാനിസം ഉണ്ട്. ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയും, ഒരുപാട് പാൻക്രിയാസിൽ ബീറ്റാ സെൽ കോശങ്ങൾ റീജനറേറ്റ് ചെയ്യാം. അപ്പോൾ അവിടെയൊക്കെ ഇതിലൂടെ ഗുണം കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ ഡയബറ്റിസ് റിവേഴ്സലുണ്ട്. പിന്നെ ഈ ഒരൊറ്റ എന്തെങ്കിലും ഒരു അസുഖത്തിന് മരുന്ന് കഴിക്കണ്ടേ? ഷുഗറിനോ പ്രഷറിനോ കൊളസ്ട്രോളിനോ ജീവിതശൈലി രോഗമാണെങ്കിൽ, അതിൽ മറ്റുള്ള ഹാർട്ടിനൊക്കെ ആണെങ്കിലും ഇന്ന് ഒബേസിറ്റിക്ക് നമ്മൾ മരുന്ന് കഴിക്കുമ്പോൾ ഗ്രാജ്വലി വെയ്റ്റ് ലോസ് എത്തിക്കഴിഞ്ഞാൽ മറ്റുള്ള മരുന്നുകളെല്ലാം ഒരുപാട് ആളുകൾക്ക് എല്ലാവർക്കും ആയിക്കൊള്ളുന്നില്ല. കാരണം പല ടൈപ്പ് ഓഫ് ഡയബറ്റീസ് ഉണ്ട്. പക്ഷെ ഒരുവിധമുള്ള ആളുകൾക്കൊക്കെ എല്ലാ മെഡിസിൻസും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഈ ഒരൊറ്റ മെഡിസിനിൽ നിർത്താൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ പറയില്ലേ, നിങ്ങൾ ഇത് ട്രൈ ദിസ് ഫോർ 6 months, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയൊക്കെ പറയില്ല, ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ എത്ര നാൾ എടുക്കണം, അങ്ങനെ നമ്മൾ പറയുമോ? ശരിക്കും സെമാഗ്ലൂട്ടൈഡ് നമ്മൾ അങ്ങനെ പറഞ്ഞ ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നത് തെറ്റാണ്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യം ഇതാണ്. ഏതെങ്കിലും ഒരു അസുഖത്തിന് മരുന്ന് കഴിക്കണ്ടേ? ഡയബറ്റീസിന് ജീവിതകാലം കഴിക്കണം, ഡയബറ്റീസിന് മരുന്ന് കഴിക്കണം, എന്ത് തന്നെ വന്നാലും. ഇപ്പം എത്ര ഡയറ്റും എക്സസൈസും ഉണ്ടെങ്കിലും മെഡിസിൻ ഇല്ലാതെ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതൊരു മിത്താണ്, അത് നമ്മളൊരു തെറ്റിദ്ധാരണയാണ്. അത് സൈലൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വളരെ തെറ്റിദ്ധാരണയാണെന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് നമ്മുടെ നാട്ടിൽ അങ്ങനെ ജീവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഒബീസ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ എനിക്കിന്ന് ഒബേസിറ്റിക്ക് മരുന്ന് കഴിച്ചാൽ പോരെ, എനിക്ക് പ്രഷറും ഷുഗറും കൊളസ്ട്രോളും മരുന്ന് കഴിക്കേണ്ട. അപ്പോൾ ഈ മരുന്ന് വരുന്നത് ആഴ്ചയിലൊരു ഇഞ്ചക്ഷനാണ്, വീക്ക്ലി വൺസ് ഇഞ്ചക്ഷൻ. അപ്പോൾ അത് ശരിക്കും പഠനങ്ങൾ പറയണത് ഒരു 5 months എത്തുമ്പോഴാണ് അതിൻ്റെ 0.25, 0.5, 1 milligram, 1.7, 2.4 ഈ ഡോസിലാണിത് ഓരോ മാസം എടുക്കേണ്ടത്. 2.4 എന്നാണ് ഇതിൻ്റെ ശരിക്കും പേര്. ഇത് വിഗോവി 2.4 എന്നാണ് പറയാം, സെമാഗ്ലൂട്ടൈഡ് 2.4. അപ്പോൾ ഈ 2.4 എന്ന് പറയുന്നത് അതാണ് ഒബേസിറ്റിക്കുള്ള ഡോസ്. പക്ഷെ അതിൻ്റെ ഡോസ് അങ്ങനെ ടൈട്രേറ്റ് ചെയ്ത് വരണമെന്ന് വെച്ചാൽ ഇത് ഇൻഡസ്റ്റൈനിലെ ഇൻക്രീറ്റിംഗ് ഹോർമോൺ ആയതുകൊണ്ട് ഇതിനൊരു ചെറിയ സൈഡ് എഫക്ട്സ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ അസിഡിറ്റി, ചിലപ്പോൾ നോസിയ ഉണ്ടാവാം, ഛർദ്ദിക്കാൻ വരാം, ചിലപ്പോൾ വോമിറ്റിംഗ് ഉണ്ടാവാം, ചിലപ്പോൾ അബ്ഡമിനൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അത് താരതമ്യേന കുറവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞ 5 ഡോസ് വന്നത്. 0.25, 0.5, 1, 1.7, 2.4. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏറ്റവും ലോസ് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എന്ന് നോക്കി അങ്ങനെയാണ് ടൈട്രേറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ 2.4 എത്തിയാൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു ടാർഗറ്റ് വെയിറ്റ് ലോസിലേക്ക് വരുള്ളൂ. ഒരു മാസം ഒരു 0.25 എടുത്തിട്ട് വെയിറ്റ് കുറയണമെന്നില്ല. അതൊരു ബിഗിനിങ് ആണത്. ആ ഹോർമോണാണ് നമ്മുടെ ശരീരത്തിലുള്ള ഹോർമോണാണത്. അതിൻ്റെ ഹോമോളജിയുള്ള ഹോർമോൺ നമ്മൾ കൊടുക്കുകയാണ്, എന്നിട്ട് ബ്രെയിനിനെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുകയാണ് ഈ ഒരു രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട്. ഒത്തിരി സന്തോഷം. താങ്ക് യു ഫോർ യുവർ ടൈം, ഫോർ യുവർ വാലിഡ് പോയിന്റ്സ്. വിഷിംഗ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.